ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാഭാഗവതം കുറേശ്ശെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഉദ്ധവര് ഭഗവാന്റെ ദൂതുമായി വൃന്ദാവനത്തിലേക്ക് പോകുന്നു. ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് എല്ലാവരോടും പറയുന്നു. അവരുടെ സ്നേഹം കണ്ട് ഉദ്ധവർ അതിശയിക്കുന്നു. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ ഉദ്ധവരുടെ കയ്യിൽ ഭഗവാന് കൊടുക്കാനായി അമ്മയും അച്ഛനും ഗോപസ്ത്രീകളും ഗോപകുമാരന്മാരും ഗോപന്മാരും എല്ലാവരും ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുന്നു. അവയെല്ലാം കൊണ്ട് ഉദ്ധവർ ഭഗവാന് കൊടുക്കുന്നു. ഭഗവാൻ അത് അതീവ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആ മനോഹരമായ ഭാഗം എത്ര തവണ കേട്ടാലും നമുക്കത് മതിയാകില്ല, എത്ര തവണ പറഞ്ഞാലും മതിയാകില്ല. കാരണം അത്രത്തോളം മനോഹരമായ ഭാഗമാണ്. ഭഗവാന്റെ സ്നേഹം, ഗോപസ്ത്രീകളുടെ സ്നേഹം, അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം, ആ വിരഹം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു അതിമനോഹരമായ ഭാഗം. കേട്ടവരെല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കുക, കേൾക്കാത്തവർ കേൾക്കുക. ഇന്ന് നമ്മൾ ഇതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. സൈരന്ധ്രി സന്ദർശനം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഭക്തോത്തമനായ ഉദ്ധവർക്ക് സൈരന്ധ്രിയുടെ ഭക്തിയെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിക്കുന്നു. ഭഗവാൻ പണ്ട് കുബ്ജയായ സൈരന്ധ്രിയോട് പറഞ്ഞ വാക്ക് ഓർമ്മിച്ചു. അതായത് അന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു, ഒരിക്കൽ ഞാൻ നിന്റെ ഗൃഹത്തിൽ വരാം, ഇപ്പോൾ സമയമായില്ല. അക്കാര്യമാണ് ഇവിടെ ഭഗവാൻ ഓർമ്മിക്കുന്നത്. മധുരാപുരി പട്ടണത്തിൻ്റെ പ്രാന്തത്തിൽ താമസിക്കുന്ന അവളുടെ ഗൃഹത്തിലേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരും ഒരുമിച്ച് അങ്ങനെ കയറി ചെല്ലുകയാണ്. കോമളഗാത്രനായ ശ്യാമളവർണ്ണനെ കണ്ട് ആ കാമിനീമണി ഭക്തിയോടുകൂടി അദ്ദേഹത്തെ എതിരേറ്റ് അകത്തു കൊണ്ടുപോയി സൽക്കരിച്ചു. ഉദ്ധവരെ പുറത്തും ഉപവിഷ്ടനാക്കി അദ്ദേഹത്തിനും വേണ്ട വിധത്തിലുള്ള പരിചരണങ്ങൾ നൽകി. കുളിർമയുള്ള പരിമള തൈലം കൊണ്ട് ആ പങ്കജ നേർമുഖി പങ്കജലോചനൻ്റെ തങ്കപ്പൂ മൃദുമേനി ആ സകലം പരിസേചനം ചെയ്തു. അതിനുശേഷം സുന്ദരങ്ങളായ പുഷ്പങ്ങൾ കോർത്തിണക്കിയ പൂമാലകൾ അദ്ദേഹത്തെ അണിയിക്കുന്നു. അതിനുശേഷം കൃഷ്ണനെ ഒരു രത്നം കൊണ്ടുള്ള കസേരയിലിരുത്തി ഒരു ദാസി എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് അവൾ നമസ്കരിച്ചു. വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അവൾ പരിമള തൈലങ്ങൾ പൂശി. കൃഷ്ണൻ ആരാണെന്നറിയാതെ അദ്ദേഹത്തിൽ പ്രകാശിച്ചു കൊണ്ടിരുന്ന അലൗകിക സൗന്ദര്യ കാന്തി കണ്ട് ഭ്രമിച്ച് മദനലീലയാടുവാനുള്ള അഭിലാഷമായിരുന്നു ആ അഭിരാമരൂപിണിയുടെ അന്തരംഗത്തിൽ അപ്പോൾ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നത്. ബാലനായ കൃഷ്ണനിൽ ഒരു കാമദേവനെ അവൾ കണ്ട് മോഹിച്ചുകൊണ്ടിരുന്നു. വിശ്വംഭരൻ അവളുടെ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ മനസ്സിലാക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ തൻ്റെ സമീപത്തിലിരുത്തി മധുരമായി സംസാരിച്ചു. ഭദ്രേ, നിന്റെ ആഗ്രഹം ഞാൻ അറിയുന്നു. നൈമിഷികമായ വിഷയസുഖത്തെ നീ ഇച്ഛിക്കുന്നു. പ്രായം തികയാത്ത ഒരു ബാലനാണ് ഞാൻ. മുഗ്ധയും പ്രൗഢയുമായ നിന്നോടുകൂടി രതിലീല ആടുന്നത് ധർമ്മമാണോ? അത് സാധ്യമാണോ? നിനക്കിങ്ങനെ ഒരു വിചിത്ര ചേതോ വികാരമുണ്ടാകുവാൻ എന്താണ് കാരണം? നിന്റെ ശരീരവക്രത മാറ്റിത്തന്നതിനുള്ള പ്രതിഫലം നീ ഇങ്ങനെയാണോ എനിക്ക് നൽകുവാൻ തുടങ്ങുന്നത്? അപ്പോൾ കുബ്ജയായ സൈരന്ധ്രി ഇപ്രകാരം പറഞ്ഞു, പ്രഭോ, അവിടുന്ന് ഒരു ദിവ്യനാണ്.
കൃഷ്ണാവതാരമുണ്ടായെന്ന് അടിയൻ കേട്ടു. ആ അവതാര പുരുഷനാണ് നിന്തിരുവടിയെന്ന് അടിയൻ വിശ്വസിക്കുന്നു. അടിയനെ അനുഗ്രഹിക്കണം. അവിടുത്തെ കരസ്പർശത്താൽ അടിയൻ സംതൃപ്തയായി. അടിയന്റെ കരളിനെ കടിച്ചു കീറിക്കൊണ്ടിരുന്ന കാമരാക്ഷസൻ ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തത്വബോധമുണ്ടാകുവാൻ നിന്തിരുവടി അടിയനെ അനുഗ്രഹിക്കണം. ഇന്നു മുതൽ അടിയൻ കൃഷ്ണഭക്തയായ ഒരു യോഗിനിയാണ്, സൈരന്ധ്രിയല്ല എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ആ യുവതി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. കാരുണ്യസിന്ധുവായ കാർമേഘവർണ്ണൻ സന്തുഷ്ടനായി അവളുടെ ചിത്തത്തിലുണ്ടായിരിക്കുന്ന മാലിന്യം അകറ്റുവാൻ വേണ്ടി വീണ്ടും അവളെ അനുഗ്രഹിച്ചു. ആ യുവതിയുടെ ഹൃദയത്തിൽ ഭക്തി വർദ്ധിപ്പിച്ചു. അല്പം മുമ്പ് കണ്ട ആ കാമാതുര ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരമവിശിഷ്ടമായ ഒരു ഭക്തയായി തീർന്നിരിക്കുന്നു. ഉദ്ധവർ ഇതെല്ലാം കണ്ടും കേട്ടും പുളകിതഗാത്രനായി. ഭഗവാന്റെ മഹാത്മ്യമോർത്ത് കൈകൂപ്പി നിശ്ചലനായി ഇരുന്നു പോയി. ഭക്തിയാൽ തൻ്റെ ആഗ്രഹം സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയോടുകൂടി കുബ്ജ ഭഗവത് പാദങ്ങളിൽ പിന്നെയും പിന്നെയും വീണ് നമസ്കരിച്ചു. ആ ഭക്തയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം കൊണ്ടും സ്പർശനം കൊണ്ടും രതിലീലയാടാതെ ഭക്തി സമഞ്ജസമായ രതിസുഖം ഭഗവാൻ അവൾക്ക് നൽകി. ഭോഗാസക്തി മൂലം നരകത്തിൽ പതിക്കാനിരുന്ന ആ പാപിഷ്ടയെ കരകയറ്റി സ്വർഗത്തിൻ്റെ പാതയിലേക്ക് ഭഗവാൻ ആനയിച്ചു. അവളുടെ ഭക്തിയെ ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടി ഭക്തവത്സലൻ പിന്നീട് 1-2 അവസരങ്ങളിൽ കൂടി അവളുടെ ഗൃഹത്തിൽ സന്ദർശിച്ച് ഉപദേശങ്ങളും ദർശനഭാഗ്യവും നൽകി. ഭഗവാന്റെ സ്പർശനത്താൽ അവളിലുണ്ടായ ആനന്ദം അത്ഭുതമെന്നേ പറയേണ്ടു. അവളെ അത് ഗർഭവതിയാക്കി തീർത്തു. അതിൻ്റെ ഫലമായി അവൾക്ക് ഒരു പുത്രനും ഉണ്ടായി. അവൾ ആഗ്രഹിച്ചത് ഭഗവാന്റെ സാമീപ്യമാണ്. അതിൻ്റെ അനന്തരഫലം സന്താന ലാഭവുമാണ്. അതവൾക്കുണ്ടായി. അവളുടെ കാമാഭിലാഷം പരമ ഉന്നതിയിലെത്തി. ഗതിമുട്ടിയതിനു ശേഷമാണ് അവൾ ഭക്തയായി തീർന്നത്. അപ്പോഴും അവൾ സായുജ്യം ആഗ്രഹിച്ചില്ല. അവൾ ഒരു നിത്യ കൃഷ്ണഭക്തയായി തന്നെ കഴിഞ്ഞുകൂടി. അവളിലുണ്ടായ പുത്രൻ്റെ പേര് ഉപശ്ലോകൻ എന്നായിരുന്നു. അയാൾ സന്യാസം സ്വീകരിച്ച് നാരദ മഹർഷിയിൽ നിന്നും സംഖ്യയില്ലാത്ത ശാസ്ത്രങ്ങൾ ഗ്രഹിച്ചതിനാൽ പിൽക്കാലത്ത് സാഖ്യയോഗാചാര്യൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. ഹരേ കൃഷ്ണ. ഇതാണ് ഭാഗവതത്തിൽ പറയുന്ന സൈരന്ധ്രി സന്ദർശനം. ഇവിടെ ഭഗവാൻ നമുക്കെല്ലാവർക്കും പരമമായ ആനന്ദം നൽകും. നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഭഗവാൻ നമ്മളെ സമീപിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു കൊച്ചു കണ്ണനായി, ഒരു മകനായി ആരാണോ ഭഗവാനെ സങ്കല്പിക്കുന്നത് അവരുടെ മുമ്പിൽ ഒരു ഉണ്ണിയായി അദ്ദേഹം അവതരിക്കും. തൻ്റെ കൂട്ടുകാരനായി സങ്കല്പിക്കുന്നുവെങ്കിൽ കൂട്ടുകാരനായി ഭഗവാൻ അവിടെ എത്തിച്ചേരും. ഭർത്താവായി സങ്കല്പിക്കുന്നെങ്കിൽ ആ വിധത്തിലും ഭഗവാൻ ആരുടെ കൂടെയാണോ എത്തേണ്ടത് അവരുടെ കൂടെ എത്തിച്ചേരും. അതായത് നമ്മൾ എങ്ങനെ സങ്കല്പിക്കുന്നുവോ അതേ രീതിയിൽ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഭാഗത്തിലൂടെ
ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയായാലും ഏത് രീതിയിലായാലും നമുക്ക് ആശ്രയമായി ഭഗവാൻ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാകും. ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രം മതി. എന്നും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. വിശ്വസിക്കുക, തീർച്ചയായിട്ടും ഭഗവാൻ ഉണ്ടാകും. എന്നും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഹരേ കൃഷ്ണ.